ലൈഫിന്റെ ഒരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലൈഫിന്റെ 142ാമത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം വിശ്വാസത്താലുള്ള ജീവിതത്തിന്റെ പ്രായോഗിക വിവക്ഷകൾ, ദ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ലൈഫ് ഇൻ ഫെയ്ത്ത്. ബൈബിള് കഴിഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും അധികം തർജിമ ചെയ്യപ്പെട്ട ക്രിസ്തീയ പുസ്തകം ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. ക്രിസ്താനുകരണം എന്നാണ് മലയാളത്തിന്റെ അതിന്റെ വിവർത്തനം. ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് 15ാം നൂറ്റാണ്ടില് തോമസ് എ കെംപിസ് എഴുതിയ പുസ്തകമാണിത്. ഇന്ത്യൻ ഭാഷകളിലും വളരെ വ്യാപകമായിട്ട് തർജ്ജിമ ചെയ്യപ്പെട്ട പുസ്തകമാണത്. എന്നാൽ ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ ബംഗാളി ട്രാൻസ്ലേഷൻ ആരാണ് നടത്തിയതെന്ന് നമ്മൾ പരിശോധിച്ചാല് നമുക്ക് ചെറിയ കൗതുകം ഉണർത്തുന്ന കാര്യമാണത്. ഇന്നും ഇന്ത്യയിലെ മനുഷ്യരെ സ്വാധീനിക്കുന്ന, പ്രത്യേകിച്ച് യുവാക്കളെ വളരെ ചരിത്രത്തിൽ ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സന്യാസിയായിട്ടുള്ള സ്വാമി വിവേകാനന്ദനാണ് തോമസ് എ കെംപിസിന്റെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ബംഗാളിയിലേക്ക് തർജ്ജിമ ചെയ്തത്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ച ഒരു സ്ഥലത്ത് കേട്ടിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ സഞ്ചിയില് 2 പുസ്തകങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ്. ഒന്ന് ഗീതയുടെ ഒരു കോപ്പിയും, രണ്ടാമത് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു കോപ്പിയും. വിവേകാനന്ദൻ ഈ പുസ്തകം ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം അതിന്റെ മുഖവുരയില്, തർജിമയുടെ മുഖവുരയില് അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണം ക്രിസ്ത്യാനികളെ കുറിച്ച് നടത്തുന്നുണ്ട്. അതിങ്ങനെയാണ്, ഞാനത് വായിക്കാം. ഇതാ നമ്മുടെ സുവിശേഷകൻ പ്രസംഗിക്കുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുന്നു. അതേ ദിവസത്തിന് അന്നത്തെ ദോഷം മതി. എന്നാൽ അതിന് തൊട്ടടുത്ത നിമിഷം നമ്മുടെ സുവിശേഷകൻ തന്റെ 10 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കി കൂട്ടുന്നു. അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വചനം അത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തില് എവിടെയാണെന്നാണ് അദ്ദേഹം സത്യത്തില് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള ക്രിസ്ത്യാനികളെ നിരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി നടത്തിയ നിരീക്ഷണമാണിത്. നമ്മളൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നവരാണ്. എന്നാൽ അത് നമ്മുടെ അവിശ്വാസത്താലുള്ള ജീവിതവും ഈ പ്ലാനിങ്ങും ഒക്കെ അത് വൈരുദ്ധ്യമുണർത്തുന്ന, കോൺട്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിരോധാഭാസമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ പ്ലാൻ ചെയ്യാതെ, മറ്റൊരു കാര്യങ്ങളും പ്ലാൻ ചെയ്യാതെ വിശ്വാസത്താൽ മാത്രമാണ് നമ്മൾ ജീവിക്കേണ്ടത്. വിശ്വാസത്താലുള്ള ജീവിതത്തിന്റെ ഒരു തലം മാത്രമാണ് അത്. നമുക്കറിയാം, നമ്മൾ മറ്റൊരു ക്രിസ്ത്യാനിയെ വിശ്വാസി എന്നാണ് പലപ്പോഴും അഭിസംബോധന ചെയ്യാറ്. ക്രിസ്ത്യാനി എന്ന് അഭിസംബോധന ചെയ്താല് അതിലൊരു ചെറിയ സംശയമുണ്ട്, അദ്ദേഹം യഥാർത്ഥമായിട്ട് വീണ്ടും ജനിച്ച വ്യക്തിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. എന്നാൽ വിശ്വാസി എന്ന അഭിസംബോധന മൂന്നാമത്തെ ഒരു വ്യക്തിയെ കുറിച്ച് 2 ക്രിസ്ത്യാനികൾക്കിടയിൽ അഭിസംബോധന ചെയ്താല് അതിനർത്ഥം അദ്ദേഹം രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു വിശ്വാസി എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം, അതിന്റെ അർത്ഥവും ആ വാക്കും, അതിന് ഒരു അവകാശികളുണ്ടെങ്കിൽ അത് നമ്മൾ ക്രിസ്ത്യാനികളാണ്. കാരണം അത്ര അധികം സുലഭമായിട്ടാണ് നമ്മുടെ സംഭാഷണങ്ങളിൽ നമ്മളത് ഉപയോഗിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വാക്കുകളുമാണ്. എന്നാൽ എന്തൊക്കെയാണ് അത് പ്രായോഗിക തലത്തില് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഒക്കെയുള്ള ആ സത്യങ്ങള്, നമ്മൾ വിശ്വസിക്കുന്ന ചില പ്രമാണങ്ങള്, എന്താണ് അതിന്റെ പ്രായോഗികമായിട്ടുള്ള തലം? അല്ലെങ്കിൽ അത് പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള തലത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത് വിരോധാഭാസമായിട്ട്, അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നമുക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിയാത്ത തലത്തിലേക്ക് അത് പലപ്പോഴും മാറിപ്പോകുന്നു എന്നുള്ളത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. സത്യത്തിൽ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് വിശ്വാസം, അല്ലെങ്കിൽ അത് വിരോധാഭാസമാണോ? വിശ്വാസത്തിന്റെ പ്രായോഗിക തലം അത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണോ? അതാണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളെ അതിനായിട്ട് സഹായിക്കുന്നത് PC ബെന്നി സഹോദരനാണ്. ബെന്നി ബ്രദറിനെ ഞാൻ ഈ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. വിശ്വാസത്താലുള്ള ജീവിതത്തിന്റെ പ്രായോഗിക വിവക്ഷകൾ എന്നുള്ള ഒരു വിഷയം വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. അതിന് കാരണം, വിശ്വാസം എന്നുള്ള ആ കാര്യം
വിശദീകരിക്കാനായിട്ടും നിർവചിക്കാനായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്, വിശ്വാസമില്ലാത്ത മനുഷ്യരാരുമില്ല. വാസ്തവത്തിൽ വിശ്വാസം അല്ലേ എല്ലാം എന്നുള്ള ആ പ്രസിദ്ധമായ പരസ്യവാചകം പോലെ വിശ്വാസമാണ് എല്ലാം. പക്ഷെ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ വിശ്വാസത്തെ എങ്ങനെ വിശദീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നിർവചിക്കാം എന്ന് ചോദിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ചോദ്യമായിട്ട് തീരുകയും ചെയ്യും. ക്രിസ്തീയ കോളത്തില് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പദമാണ് വിശ്വാസം. നമ്മളെ വിശേഷിപ്പിക്കുന്നത് വിശ്വാസി എന്നുള്ള ആ പേരുകൊണ്ടാണ്. എപ്പോഴും നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പരസ്പരമുള്ള വ്യവഹാരങ്ങളിലൊക്കെ ഈ വാക്ക് ഒരുപാട് തവണ കടന്നു വരുന്നുണ്ട്, നാം അതിന് ഉപയോഗിക്കാറുണ്ട്. ഒരുപക്ഷെ ഒരുപാട് ഉപയോഗത്താൽ അതിന്റെ മുന തേഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാകാതെ അത് അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ഒരു ചതഞ്ഞു പോയ ഒരു വാക്കാണ് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അവിശ്വാസികൾക്ക് വിശ്വാസമുണ്ടോ? അവിശ്വാസി എന്നൊരു വാക്ക് ശരിക്കും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരും വിശ്വാസികളാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ അവരെ നിരീശ്വരവാദികൾ എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുമെങ്കിലും വാസ്തവത്തിൽ അവരും വിശ്വാസികൾ തന്നെയാണ്. അവരുടെ നിരീശ്വരത എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ജോൺ ലെനക്സ് എന്ന പ്രസിദ്ധനായ ഓക്സ്ഫോർഡ് പണ്ഡിതൻ, അദ്ദേഹം മരിച്ചുപോയ പ്രസിദ്ധനായിട്ടുള്ള നിരീശ്വരവാദിയായ ക്രിസ്റ്റഫർ ഹിച്ചൻസുമായിട്ട് നടത്തിയ ഒരു സംവാദത്തിനിടയിൽ എങ്ങനെയാണ് വിശ്വാസിയാകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ വന്നു. അപ്പോൾ ഹിച്ചൻസ് അതിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുന്നതാണ്, അല്ലാതെ നിങ്ങൾ പരീക്ഷിക്കുകയോ നിങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് അതിന് തെളിവുകളൊന്നുമില്ല, നിങ്ങൾ വെറുതെ അത് വിശ്വസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന മട്ടിലൊക്കെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ജോൺ ലെനക്സോട് ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അവർ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഹിച്ചൻസ് ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയതുപോലെ, കണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ മക്കളിലേക്ക് തലമുറകളിലേക്ക് അങ്ങനെ പകരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ജോൺ ലെനക്സിന്റെ കൂടെ എത്തിയപ്പോൾ അദ്ദേഹം ഈ കാര്യം ചോദിച്ചു, ഹിച്ചൻസോട് ചോദിച്ചു, ഹിച്ചൻസ് എന്റെ കാര്യത്തെ കുറിച്ച് താങ്കൾ ചോദിച്ചല്ലോ, താങ്കളുടെ മാതാപിതാക്കൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു, എന്തായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ആധാരമായിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവര് നിരീശ്വരവാദികളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ജോൺ ലെനക്സ് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിച്ചു, അത് രണ്ടും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഹിച്ചൻസ് ഉത്തരം പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളല്ല എന്നാണ്. വാസ്തവത്തിൽ അവർ ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ്. അവരുടെ ജീവിത തത്വശാസ്ത്രം അതും ഒരു വിശ്വാസം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ അതിന്റെ ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിമാനത്തിലേക്ക് കയറുന്ന ആളുകളെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ആ വിമാനത്തിലേക്ക് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കയറുന്ന ആളുകൾ അവരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. എന്താണ് വിശ്വസിക്കുന്നത്? ഈ വിമാനം ഞങ്ങളെ കൊണ്ടുപോകാൻ പര്യാപ്തമായ സാങ്കേതിക തകരാറുകളൊന്നുമില്ലാത്ത പ്രവർത്തനക്ഷമമായ എഞ്ചിനുള്ള പരിചയസമ്പന്നനായ പൈലറ്റുള്ള ഒരു വാഹനമാണ് എന്നവർ ചിന്തിക്കുന്നു. അവര് ബോയിങ്ങിന്റെയോ അല്ലെങ്കിൽ എയർബസിന്റെയോ ഫാക്ടറികളിൽ പോയി അവരെങ്ങനെയാണ് വിമാനം ഉണ്ടാക്കുന്നതെന്നോ എങ്ങനെയാണ് എഞ്ചിൻ സെറ്റ് ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് ജെറ്റ് പ്രൊപ്പൽഷൻ വർക്ക് ചെയ്യുന്നതെന്നോ ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല അവർ കയറുന്നത്. അതിന്റെ ആവശ്യവുമില്ല. അവർ ഉത്തമ വിശ്വാസത്തിൽ ആ കാര്യം കയറുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കയറുന്ന എല്ലാവരും അവരുടെ മതവിശ്വാസം എന്തു തന്നെയായാലും അവർ മറ്റേത് കാര്യങ്ങളെക്കുറിച്ച് ഏതൊക്കെ ചിന്തകൾപ്പെട്ട ആളുകളായാലും അവർക്ക് വിമാനത്തിൽ കയറുമ്പോൾ അവർക്കുള്ള ചിന്ത, അവർക്കുള്ള വിശ്വാസം കോമൺ ആണ്. അപ്പോൾ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഉള്ളടക്കത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം, അപ്പോൾ അതിന് ഒരു മുഖവുരയായിട്ട് ചില കാര്യങ്ങൾ ആദ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഈ വിശ്വാസവും ആത്മീയ സംഘർഷങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അതുപോലെ തന്നെ വിശ്വാസവും പ്രായോഗിക ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം.
അപ്പോൾ ആദ്യം വിശ്വാസത്തിനൊരു മുഖവുര, പിന്നീട് വിശ്വാസികൾക്കുണ്ടാകുന്ന ആത്മീയ സംഘർഷങ്ങളും വിശ്വാസവും തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ വിശ്വാസത്തിന്റെ പ്രായോഗിക തലങ്ങളിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ഇങ്ങനെയുള്ള ഒരു 3 തലക്കെട്ടുകളിൽ ഈ കാര്യം ചിന്തിക്കണം എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ വിശ്വാസത്തെ നിർവചിക്കാൻ സാധിക്കുമോ? വിശ്വാസത്തെ നിർവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ദൈവത്തിന്റെ സഹായത്താൽ അതിന് കഴിഞ്ഞേക്കാം. പക്ഷേ വിശ്വാസത്തിന്റെ നിർവചനം എല്ലാ വിശ്വാസികളും അറിയണം എന്നൊന്നും നിർബന്ധമില്ല. കാരണം നമ്മൾ അറിയുന്ന ഒരുപാട് കാര്യങ്ങളുടെയും നിർവചനം അറിഞ്ഞിട്ടല്ല നമ്മൾ അതിനെ സ്വീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും ജീവിക്കുന്നതും ഒക്കെ. വാസ്തവത്തിൽ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചും നമുക്കുള്ള അറിവ് വളരെ കുറവാണ്. എങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു താത്വികമായ ബൗദ്ധികമായ അറിവ് ഒന്നും നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുകയില്ല. കാരണം നാം ആ കാര്യത്തെ അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അതിന്റെ പ്രായോഗിക തലത്തിൽ നാം അതിനെ ഉൾക്കൊണ്ടാൽ ധാരാളം മതിയാവും. വിശ്വാസം ഒരുപക്ഷെ നിർവചിക്കാനും വിശദീകരിക്കാനും ബുദ്ധിമുട്ടാണെങ്കിലും അത് ജീവിച്ച് പോകാൻ, ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു മാർഗമാണ്, സാധ്യമായ ഒരു മാർഗമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവണം. അങ്ങനെ ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈ വിശ്വാസം എന്തെന്ന് അല്പം കൂടി മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് കുറച്ചും കൂടി നമ്മളെ സഹായിക്കും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു കാര്യമാണ് ഊർജം എന്നുള്ള ഒരു കാര്യം. ഊർജം, എനർജി. എന്താണ് എനർജി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? എനർജിയെ ഒന്ന് വിശദീകരിക്കാൻ, അല്ലെങ്കിൽ എനർജിക്ക് ഒരു നിർവചനം കൊടുക്കാൻ, ഊർജത്തിന് ഒരു നിർവചനം കൊടുക്കാൻ ഒട്ടും എളുപ്പമല്ല. ഊർജത്തിന് കൊടുക്കുന്ന നിർവചനങ്ങളൊന്നും അതിന് പര്യാപ്തമല്ല പലപ്പോഴും. അത് ചെറിയ ചില കാര്യങ്ങളെ വിശദീകരിക്കാൻ സാധിക്കുമെങ്കിലും പലപ്പോഴും ഉത്തരങ്ങളൊന്നും കൃത്യമല്ല. അതേസമയം ഊർജം നമ്മുടെ എല്ലാം ജീവിതത്തിൽ എത്രയോ പ്രധാനപ്പെട്ടതാണെന്നും നാം ഇപ്പോൾ സംസാരിക്കുന്ന ഈ മാധ്യമം തൊട്ട് നാം കാണുന്ന വെളിച്ചം തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഊർജം എത്ര വലിയ പ്രഭാവം ചെലുത്തുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഊർജത്തിന്റെ പ്രഭാവം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനെങ്ങനെ ഉപയോഗിക്കാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എന്താണെന്ന് നിർവചിക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല. കാരണം അത് കുറച്ച് സങ്കീർണമായ ഒരു കാര്യമാണ്. അതേപോലെ മറ്റു പല കാര്യങ്ങളുമുണ്ട്, അടിസ്ഥാനപരമായിട്ട് പല കാര്യങ്ങളുമുണ്ട്. ടൈം, മാസ്, സ്പേസ് കണ്ടിന്യൂവും എന്നുള്ള ഒരു കാര്യമുണ്ട്. സമയവും അതേപോലെ സ്പേസും അതേപോലെ മറ്റ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മാറ്റർ തുടങ്ങിയ കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനെ വിശദീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. വലിയ ഏറ്റവും ചെറിയ കണികകൾ, ആറ്റത്തിന് താഴെയുള്ള കണികകൾ. ഈ കണികകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതിനെ വിശദീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് ഉത്തരമില്ല. പക്ഷെ അവ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പ്രഭാവം ചെലുത്തിക്കൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഉപയോഗം നമുക്കെല്ലാം പരിചയമുള്ള ഒന്നാണ്. അപ്പോൾ നിർവചനത്തിൽ നമ്മൾ എത്രമാത്രം മികച്ച നിർവചനം നൽകി എന്നതിനപ്പുറത്ത് ഇതിനെ എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതിലാണ് അതിന്റെ പ്രസക്തി ഇരിക്കുന്നത് എന്ന് ആദ്യമേ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സങ്കീർണമാക്കാതെ നമുക്ക് വിശ്വാസത്തെ നിർവചിക്കാനായിട്ട് ഒരു ചെറിയ ശ്രമം നടത്താം. വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രമുഖമായ, ഏറ്റവും പ്രശസ്തമായ അധ്യായം എബ്രായ ലേഖനമാണല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിന്റെ അധ്യായം എന്നാണ് അതിനെ എല്ലാവരും വിശേഷിപ്പിക്കാറ്. വിശ്വാസത്താൽ ജീവിച്ച മനുഷ്യരുടെ വലിയൊരു പട്ടികയും ഒക്കെ നമുക്ക് മുമ്പിൽ വളരെ പ്രായോഗികമായിട്ട് വരച്ചു കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ 6-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യമാണ്, നമുക്കെല്ലാം പരിചയമുള്ള വാക്യമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം. ദൈവത്തിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നയാൾ ദൈവമുണ്ടെന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കേണ്ടതാണ്. MCV വേർഷനാണ് ഞാൻ വായിച്ചത്. But without faith it is impossible to please him, for he who comes to God must believe that God he is, and that he is the rewarder of those who diligently seek him. അപ്പൊ ഇതാണ് ഈ വാക്യം. അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവൻ വിശ്വസിക്കണം. അവൻ വിശ്വാസിയാണ്. അവൻ വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവം
ചില കാര്യങ്ങൾ ചെയ്യും എന്നാണ്. ദൈവം അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ചില കാര്യങ്ങൾ ചെയ്യും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ അർത്ഥമുണ്ട്. ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ ദൈവം ചെയ്യും എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, ജീവിക്കണം എന്നുള്ള അർത്ഥവും അതിലുണ്ട്. കാരണം വിശ്വസിക്കണം എന്ന് വെച്ചാൽ ജീവിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തിന്റെ വാക്കുകൾ അതിന്റെ മുഖവിലയിൽ സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അംഗീകരിച്ച് അത് വിശ്വസിക്കുകയും ദൈവത്തിന്റെ വാക്കുകൾ അതിന്റെ മുഖവിലയ്ക്ക് എടുക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയായിരിക്കുക എന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിന്റെ അർത്ഥം. മാത്രമല്ല, വിശ്വാസത്തിന് എപ്പോഴും കാലത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒരു മാനമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം ഇവിടെ തന്നെ ഈ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ദൈവം പ്രതിഫലം നൽകും എന്നാണ്. നൽകുന്നത് ഇപ്പോഴല്ല, ഭാവി കാലത്താണ് എന്ന് തീർച്ചയായിട്ടും ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കാനായിട്ട് പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വിശ്വാസത്തിന് എപ്പോഴും ഭാവി കാലത്തേക്ക് നീളുന്ന ഒരു തലമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യമാണല്ലോ. ആ വാക്യം നമുക്കെല്ലാം പരിചയവുമുണ്ട്. വിശ്വാസം എന്നത് നാം പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും നമുക്ക് അദൃശ്യമായ കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ, ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. അപ്പോൾ വിശ്വാസം ആശയുമായിട്ട് ബന്ധിപ്പിച്ച്, പ്രത്യാശയുമായിട്ട് ബന്ധിപ്പിച്ച്, നാം കാണാത്ത അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രത്യാശയായിരിക്കുന്നതും നാം കാണാത്ത കാര്യങ്ങളെ അറിയാനായിട്ട് നമ്മെ സഹായിക്കുന്നതുമായ കാര്യമാണ് വിശ്വാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധം സ്ഥാപിക്കുന്നത് ലോകത്തിലെ ഫിസിക്കൽ റിയാലിറ്റികളൊക്കെ നാം മനസ്സിലാക്കുകയും അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. നമുക്ക് ദൈവം ഇന്ദ്രിയങ്ങളെ നൽകിയിട്ടുണ്ട്. നമ്മളതിനെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. 5 സെൻസസ് ഉണ്ട്. അതില് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണുകളുണ്ട്, കേൾവിക്ക് സഹായിക്കുന്ന കാതുകളുണ്ട്, അതേപോലെ ടേസ്റ്റ് ഉണ്ട്, അതേപോലെ സ്മെല്ലുണ്ട്, അതേപോലെ സ്പർശനമുണ്ട്. ഇങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ഇതുമായിട്ട് ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചുറ്റുമുള്ള ലോകവുമായിട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള ബന്ധം നാം പുലർത്തുന്നത്, അവിടെയുള്ള കാര്യങ്ങളെ നാം അനുഭവിക്കുന്നത്, അതിനോട് ബന്ധപ്പെടുന്നത്, അതുമായിട്ടുള്ള സംവേദനം നടക്കുന്നത് ഈ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. ഈ ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പോൾ കണ്ണ് പ്രവർത്തിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ കണ്ണില്ലാത്ത ഒരാൾ, കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വെളിച്ചം എന്നുള്ള ആ ഒരു വസ്തുത മനസ്സിലാക്കാനേ സാധിക്കുകയില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാനേ സാധിക്കുകയില്ല. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് തീരുന്നില്ല. കാരണം കണ്ണാണ് അതിനുള്ള ഇന്ദ്രിയമായിട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു രസകരമായ കാര്യം ഈ ഇന്ദ്രിയങ്ങളുടെ കാര്യത്തിലെല്ലാം ഉണ്ട്. ഈ ഇന്ദ്രിയങ്ങളൊന്നും അത് നേരിട്ട് നമുക്ക് ഈ ലോകവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് തരികയല്ല ചെയ്യുന്നത്. ഇപ്പോൾ കാഴ്ചയുടെ കാര്യം എടുത്തു നോക്കാം. നമ്മുടെ കണ്ണിന് ഒരു ക്യാമറയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സാമ്യമുണ്ട്. പല നിലയിലും ഒരു ക്യാമറ പോലെ, അല്ലെങ്കിൽ ക്യാമറകൾ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ണിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധിപ്പിച്ചാണ് പലപ്പോഴും ക്യാമറ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു ക്യാമറ ചെയ്യുന്ന കാര്യമല്ല ഒരിക്കലും കണ്ണ് ചെയ്യുന്നത്. ക്യാമറയിൽ എന്താണോ വെളിച്ചമായിട്ട് അല്ലെങ്കിൽ പ്രകാശരശ്മികളായിട്ട് വീഴുന്നത് അതിനെ പകർത്തിയെടുത്ത് അതിന്റെ ഒരു പ്രതിരൂപം കാണിക്കാൻ മാത്രമേ ക്യാമറയ്ക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ കണ്ണുകൾ അങ്ങനെയല്ല. കണ്ണിൽ വന്ന് വീഴുന്ന പ്രകാശരശ്മികളെ അതുപോലെ കാണിച്ചു തരികയില്ല, അതിനെ ഇമേജുകളാക്കി മാറ്റി ആ ഇമേജുകൾ കാഴ്ച എന്നുള്ള ഒരു വലിയ ഒരു അനുഭവമാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ കണ്ണിലേക്ക് വീഴുന്ന പ്രതിബിംബത്തിന്റെ വലിപ്പമല്ല യഥാർത്ഥ വലിപ്പമെന്നും അതിന്റെ രൂപം ഒരുപക്ഷെ യഥാർത്ഥമല്ലെന്നും അതിന്റെ നിറവും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വ്യാഖ്യാനത്തിന്റെ സഹായത്താൽ നമുക്ക് അനുഭവത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ തലച്ചോറിലെ മസ്തിഷ്കത്തിലെ നമ്മുടെ കാഴ്ചയെ സഹായിക്കുന്ന പ്രത്യേക ഭാഗങ്ങളും ഒക്കെ വളരെ സവിശേഷമായ രീതിയിൽ പ്രവർത്തിച്ച് ഇതിനെ ഒരു വലിയ അനുഭവമാക്കി തീർക്കുകയാണ്. നമ്മൾ ടേസ്റ്റിന്റെ കാര്യം എടുത്താൽ ഇതുപോലെ തന്നെയാണ്. ടേസ്റ്റിന്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ടേസ്റ്റ് എന്ന ഒരു രുചി എന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരു അനുഭവം, ഒരു ഇന്ദ്രിയ അനുഭവം, അത് നാവിലാണ് രുചി മുകളങ്ങളുള്ളത്, ടേസ്റ്റ് ബഡ്സ് ഉള്ളത്.
പക്ഷെ നാവ് തന്നെ നോക്കിയാൽ രുചി കിട്ടുകയില്ല. നാവ് നമുക്കറിയാം, മൂക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് രുചി ഉണ്ടാവുകയില്ല. മൂക്കടഞ്ഞു പോയാൽ രുചി നഷ്ടപ്പെടും. നാവിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്, പക്ഷെ മൂക്കിലെ സ്മെല്ലും ഈ രുചിയുമായിട്ട് വളരെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. അത് മാത്രമല്ല, ഈ രുചി എന്ന് പറയുന്നത് മറ്റ് ഒരുപാട് ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ രുചികരമായിട്ട് കഴിക്കുന്ന പല ഭക്ഷണങ്ങളും മറ്റുള്ള ഒരാൾക്ക് ഒട്ടും രുചികരമായിട്ട് തോന്നുകയില്ല. അത് മാത്രമല്ല, മറ്റൊരു സംസ്കാരത്തിൽ അവർ രുചിയോട് കഴിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് അറപ്പും ഓക്കാനവും വരും. അപ്പോൾ രുചി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റിയാലിറ്റിക്ക് അപ്പുറത്തുള്ള ഒരുപാട് വലിയ സത്യങ്ങൾ ചേർന്നതാണ്. ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല്, ഈ ഇന്ദ്രിയങ്ങളൊന്നും നേരിട്ട് പ്രവർത്തിക്കുകയോ ആ ഇന്ദ്രിയങ്ങൾ കേവലം ലോകവുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ അനുഭവങ്ങൾ എല്ലാം ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ലോകവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് സാധിക്കുന്നത്, ഈ ഫിസിക്കൽ റിയാലിറ്റികളെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വാസത്തെ ഒന്ന് ചിന്തിച്ചാല്, വിശ്വാസം ദൈവത്തിന്റെ കാര്യങ്ങളെയും നമുക്ക് കാണാൻ പറ്റാത്ത, കാണാമറയത്തിരിക്കുന്ന നിത്യമായ യാഥാർത്ഥ്യങ്ങളെയും ദൈവത്തിന്റെ വാക്കുകളുടെ വിശ്വാസ്യതയെയും ഒക്കെ സ്വീകരിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ദൈവം നൽകിയ ഒരു ഇന്ദ്രിയം എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ വിശ്വാസത്തെ കാണാനായിട്ട് സാധിക്കും. അതൊരു സവിശേഷമായ ഒരു ഇന്ദ്രിയമാണ്, ഒരു പ്രത്യേക സെൻസാണ്. അത് ദൈവത്തെ അംഗീകരിക്കുന്ന ആളുകൾക്ക് ദൈവം പ്രത്യേകമായിട്ട് നൽകുന്ന ഒരു സവിശേഷമായ ഇന്ദ്രിയമായിട്ട് നമുക്കതിനെ കാണാം. അപ്പോ നമ്മുടെ ആത്മാവിലാണ് ആ ഇന്ദ്രിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ അങ്ങനെ തൊട്ടുണർത്തുമ്പോൾ, ദൈവത്തിന്റെ സവിശേഷമായ കൃപ നമുക്ക് ലഭിക്കുമ്പോൾ, ദൈവം എന്ന നമ്മുടെ കാണാമറയത്തുള്ള ആ വലിയ യാഥാർത്ഥ്യത്തെ, ആ സത്യത്തെ ഉൾക്കൊള്ളാൻ, ദൈവത്തിന്റെ വാക്കുകളെ അതിന്റെ മുഖവിലയിൽ എടുക്കാൻ, നിത്യമായ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ഒക്കെ നമ്മെ സഹായിക്കുന്ന, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇന്ദ്രിയമായിട്ട് നമുക്ക് വിശ്വാസത്തെ ചിന്തിക്കാം. അത് ദൈവം നൽകുന്ന വലിയൊരു ദാനമാണ്, അത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. വിശ്വാസത്തിൽ അറിവ് മാത്രമല്ല, അറിവിനപ്പുറത്തുള്ള ആത്മാവിന്റെ വലിയൊരു പ്രവർത്തനമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അറിവ് കൊണ്ട് മാത്രം, അറിവുള്ള ഒരുപാട് കാര്യങ്ങൾ വിശ്വാസമായിട്ട് തീരുന്നില്ല. ദൈവം കർത്താവ് സാത്താനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ പ്രസ്താവനയും അങ്ങനെ തന്നെയാണല്ലോ. സാത്താനും ഈ കാര്യങ്ങളൊക്കെ അറിയാം. ദൈവത്തെക്കുറിച്ചുള്ള ഒരുപാട് സത്യങ്ങൾ, വസ്തുതാപരമായ സത്യങ്ങൾ സാത്താൻ അറിയുന്ന ആളാണ്. പക്ഷെ സാത്താന് ദൈവവുമായിട്ടുള്ള നേരിട്ട് ഉള്ള ബന്ധമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, വിശ്വാസത്തിന്റെ ഇന്ദ്രിയം സാത്താന്റെ ഉള്ളിലില്ല, സാത്താന്റെ പ്രവൃത്തികളിലില്ല. അപ്പോൾ അതുകൊണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ അറിവിന്റെ തലത്തിൽ മാത്രം നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശ്വാസത്തെ അങ്ങനെ ഒരു ഇന്ദ്രിയമായിട്ട് ചിന്തിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്കത് കുറേ കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നു, ദൈവത്തിന്റെ വാക്കുകളെ അതിന്റെ മുഖവിലേക്ക് എടുക്കാനായിട്ട് നമുക്ക് ദൈവം കൃപ നൽകുന്നു. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ കാണാമറയത്തുള്ള കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ, നാം പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമായിട്ട് തീരുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ സത്യം നമ്മുടെ ഉള്ളിൽ അങ്ങനെ പ്രവർത്തിക്കുകയാണ്. നമുക്ക് ഈ വിശ്വാസവീരന്മാരുടെ പട്ടിക 11ാം അധ്യായത്തില് ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ കുറിച്ചുള്ള ആ പട്ടിക പരിശോധിച്ചാല് അവരൊക്കെ ഈ കാര്യങ്ങളെ ഇങ്ങനെ എടുത്ത ആളുകളാണ്. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അവരെ അതിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്ക് ഒറ്റ ഉദാഹരണം മാത്രം പരിശോധിക്കാം. നോഹയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. നോഹ സാക്ഷ്യം പറയുന്നു എന്നാണ് ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോഹ എന്താണ് സാക്ഷ്യം പറയുന്നത്? നോഹയോടൊന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നോഹ എന്തായിരിക്കും? നോഹയോട് സാക്ഷ്യം പറയാനായിട്ട് നമ്മുടെ സഭായോഗത്തിൽ അവസരം കൊടുത്താൽ നോഹ എന്തായിരിക്കും പറയുക? നോഹ എങ്ങനെ പറയും? ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എന്റെ ചുറ്റും വലിയ അനീതി നടമാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളുകളൊക്കെ ദൈവത്തെ ഭയപ്പെടാതെ, ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വില കൊടുക്കാതെ അവരുടെ ഇഷ്ടപ്രകാരം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വലിയ അധാർമികത ചുറ്റും പെരുകി ആളുകളുടെ ജീവിതം വളരെ ദൈവത്തിനെതിരെയുള്ള ജീവിതമായി. അവർ ദൈവത്തെ കുറ്റം പറഞ്ഞു, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. അങ്ങനെ വലിയ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ എണ്ണം തുലവും കുറവായിരുന്നു ഞങ്ങളുടെ ചുറ്റുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എനിക്ക് വലിയൊരു കൃപ നൽകി, ദൈവം എനിക്ക് വലിയൊരു വിശ്വാസം നൽകി. ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു,
നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, എന്നിട്ട് ആ പെട്ടകം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വിശദീകരണമൊക്കെ ദൈവം നൽകി. എന്നിട്ട് അതിലേക്ക് ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും അതിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മഴ അയക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താണ് ഈ മഴ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആകാശത്ത് നിന്ന് ജലകണങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്ന ഒരു പ്രക്രിയയാണ് മഴ എന്ന് പറഞ്ഞു. എനിക്കിത് ഒട്ടും മനസ്സിലായില്ല, കാരണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, എന്റെ അനുഭവത്തിലില്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ചിത്രം പോലും ഞങ്ങളുടെ മുമ്പിലില്ല. ഭൂമിയിൽ നിന്ന് വെള്ളം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വെള്ളം പൊങ്ങുന്ന കാഴ്ച മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആകാശത്ത് നിന്ന് വെള്ളം വീഴുക, അതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ അത്ഭുതത്തോടെ കർത്താവിനെ നോക്കി നിന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ സംഭവിക്കും, നീ എന്റെ വാക്ക് വിശ്വസിക്കുക, അത് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ അതാണ്, ഞാൻ കർത്താവിന്റെ വാക്ക് വിശ്വസിക്കണോ, അതോ ഞാൻ ഇതുവരെ കേട്ടതും പഠിച്ചതും ചിന്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളൊരു വലിയ ഒരു സംഘർഷം എന്റെ മനസ്സിലൂടെ കടന്നുപോയി. ദൈവം നൽകിയ പ്രത്യേക സവിശേഷമായ വിശ്വാസം എന്ന ആ കൃപാദാനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഒരു പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. അവർ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, മഴ പെയ്യാൻ പോകും എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, മഴയോ? എന്ത് വിഡ്ഢിതമാണ് നീ പറയുന്നത്? ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിക്കുമെന്നോ? അങ്ങനെ അവരെന്നെ ഒരുപാട് പരിഹസിച്ചു, നിന്ദിച്ചു, കളിയാക്കി. പക്ഷേ ഞാൻ ആ പെട്ടകം വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട്, വർഷങ്ങൾ നീണ്ട അധ്വാനം കൊണ്ട് ഞാനത് പണിത് തീർത്തു. അങ്ങനെ ചെയ്തപ്പോൾ അതിന്റെ അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. ഇതാണ് നോവ പറയുക. അപ്പോ വിശ്വാസത്തെ അവരുടെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ് എന്നാണ് ഈ അധ്യായത്തിലുള്ള മുഴുവൻ ആളുകളും നമ്മെ കാണിച്ചു തരുന്നതായിട്ടുള്ള കാര്യം. സാറയുടെ ജീവിതം എടുത്താലും സാറ ഇതുപോലെ തന്നെയാണ് പറയുക. ഒരു രീതിയിലും മക്കളുണ്ടാവാനായിട്ട് സാധ്യതയില്ലാതിരുന്ന ഒരു സമയത്ത് ദൈവം അത് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നായിരിക്കും സാറ പറയുക. എന്റെ ശരീരം അതിന് സമ്മതിക്കുന്നില്ല, എന്റെ ഫിസിയോളജി അതിനൊട്ടും യോഗ്യമായിരുന്നില്ല, എന്റെ ചുറ്റുമുള്ള ആളുകൾ അതിനെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. എനിക്ക് എന്നിലേക്ക് നോക്കിയാൽ എവിടെയും അതിനുള്ള ഒരു സൂചന പോലും, മക്കളുണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഒരു രീതിയിൽ പോലും, 1% പോലും ഇല്ലാതിരുന്ന സമയത്ത് ദൈവം അത് പറഞ്ഞു എന്നതിന്റെ ഏക പേരിൽ, ദൈവം അത് കൽപ്പിച്ചു എന്നതിന്റെ ഏക പേരിൽ ഞാൻ അത് വിശ്വസിച്ചു എന്നാണ് സാറ പറയുക. ഇതാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ ദൃശ്യമായ കാഴ്ചകളുടെ ലോകം കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത വലിയ കാര്യങ്ങൾ ദൈവത്തിന്റെ സവിശേഷമായിട്ടുള്ള കൃപ വഴി നാം അതിനെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ, അതാണ് വിശ്വാസത്തിൽ നമുക്ക് നടക്കുന്നത്. അപ്പോ ദൈവത്തെ നാം കാണുന്നില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം അങ്ങനെ നമ്മുടെ ദൃഷ്ടിക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് നമുക്കറിയാം. എങ്കിലും ദൈവമുണ്ട്. മാത്രമല്ല, ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്, സംസാരിച്ച ദൈവമാണ്. ഈ സംസാരിച്ച ദൈവം പറഞ്ഞത് ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വാക്കുകൾ വിശ്വാസയോഗ്യമാണ്. അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിനെ മുഖവിലക്കെടുത്ത് അതിനനുസരിച്ച് ജീവിക്കണം. ഇതാണ് വിശ്വാസം. ഇതാണ് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് മുഖവരയായിട്ട് ആദ്യം പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് പ്രായോഗിക തലത്തില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീക സംഘർഷങ്ങളൊക്കെ രൂപപ്പെടുകയും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതും ഈ അടുത്ത പറയാൻ പോകുന്ന കാര്യവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിന്റെ മറ്റു തലങ്ങളുമായിട്ട് ഇതിന് വളരെ ബന്ധമുണ്ട്. നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഇത് വളരെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു വാക്യമാണ്. ഗലാത്യ 2:20. അവിടെ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു ആണ് എന്നിൽ ജീവിക്കുന്നത്. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വയം അർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസം മൂലമാണ് ഞാൻ ഇപ്പോൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നത്. ശരീരം എന്നാണ് MCV പറഞ്ഞത്. ഇൻ ദ ഫ്ലഷ് എന്നാണ് മറ്റ് ട്രാൻസ്ലേഷൻസിൽ അധികവും നമ്മൾ കാണുന്നത്. ജഡത്തിൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ജഡം എന്ന വാക്ക് കേവലം ശരീരം മാത്രമല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ശരീരത്തിൽ മാത്രമുള്ള തിന്മ എന്നുള്ളൊരു ആശയമില്ലല്ലോ. ജഡം എന്ന് വെച്ചാൽ നമ്മുടെ പാപ സ്വഭാവം എന്നുള്ളതാണ്, നമ്മുടെ പാപപ്രവണത എന്നുള്ളതാണ്, അല്ലെങ്കിൽ പാപത്തോടുള്ള നമ്മുടെ താല്പര്യം, നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ
നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ പ്രവണത, അതിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഞാനുണ്ട്. ഞാൻ എന്ന വാക്ക് നമുക്ക് കാണാം. ഞാൻ 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 എന്ന വാക്ക് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ക്രിസ്തു ഉണ്ട്. ക്രിസ്തു എന്നുള്ള വാക്ക് പലതവണ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യം. അതേപോലെ ദൈവപുത്രൻ എന്ന വാക്കും ക്രിസ്തുവിനെ കുറിച്ചാണ്. ഹിം, ഹിംസെൽഫ് എന്നുള്ള തുടങ്ങിയ വാക്കുകളൊക്കെ അത് ക്രിസ്തുവിനെ കുറിക്കുന്ന വാക്കാണ്. അതേപോലെ തന്നെ എന്റെ ജീവിതമുണ്ട്, എന്റെ ജീവിതത്തിന് ആധാരമായ വിശ്വാസവുമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ വാക്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ വാക്യത്തെ നമുക്ക് ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചാൽ അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് ഒരു മനോഹരമായ വ്യാഖ്യാനം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ വാക്യത്തിൽ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നാണ്. ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ക്രിസ്തു എന്നിൽ ജീവിക്കുക എന്ന് വെച്ചാൽ, ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ വിശ്വാസത്താലുള്ള ജീവിതത്തിന് നമുക്ക് മറ്റൊരു നിർവചനം കൊടുത്താൽ അത് ക്രിസ്തു ജീവിതം ജീവിക്കുക എന്ന് നമുക്ക് പറയാം. വിശ്വാസത്താലുള്ള ജീവിതം എന്ന് വെച്ചാൽ ലിവിങ് ക്രൈസ്റ്റ് ലൈഫ്, ക്രിസ്തു ജീവിതം ജീവിക്കുക എന്നാണ്. അത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതം അല്ല, ക്രിസ്തുവിനായിട്ടുള്ള ജീവിതവുമല്ല, അത് ക്രിസ്തു ജീവിതമാണ്. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. വാസ്തവത്തിൽ ആരാണ് ഒരു ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ, ക്രിസ്തു ജീവിക്കുന്നവൻ ആണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളിലുള്ളവൻ ആണ് ക്രിസ്ത്യാനി. ക്രിസ്തു ജീവിതം ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഈ വാക്യം നമ്മെ കാണിച്ചു തരുന്നതായിട്ടുള്ള കാര്യം. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. മാർട്ടിൻ ലൂതറുടെ വീട്ടിൽ ഒരാൾ വന്ന് അങ്ങനെ വാതുക്കൽ മുട്ടി, എന്നിട്ട് ചോദിച്ചു, ഹൂ ലീവ്സ് ഹിയർ? ഈ വീട്ടിൽ ആരാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. ആരാണ് ഈ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ മാർട്ടിൻ ലൂതർ അകത്തുനിന്ന് പറഞ്ഞു, ഈ വീട്ടിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ക്രിസ്തുവിന്റെ വീടാണ്, ക്രിസ്തു ഇവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു ആലങ്കാരികമായിട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ശരിയാണ്. ഇത് ക്രിസ്തു ജീവിക്കുന്ന വീടാണ് എന്ന് വെച്ചാൽ മാർട്ടിൻ ലൂതർ അല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എന്ന് നമ്മൾ പറയുന്നതിന്റെ മറ്റൊരു സുന്ദരമായ ഒരു വ്യാഖ്യാനം ക്രിസ്തു ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥം ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾക്കും സ്വയം ക്രൂശിക്കാൻ പറ്റുമോ? സ്വയം മരിക്കാനായിട്ട് ഒരുപാട് വിദ്യകളുണ്ട് അല്ലേ? പല രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ സാധിക്കും ഒരാൾക്ക്. എന്നാൽ സ്വയം ക്രൂശിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. കാരണം ക്രൂശിക്കണമെങ്കിൽ മറ്റൊരാൾ ക്രൂശിക്കണം, എന്നാലേ സ്വയം ക്രൂശിക്കാൻ പറ്റുള്ളൂ. കാരണം ക്രൂശിൽ കയറണം, അതില് കയ്യിലും കാലിലൊക്കെ ആണിയടിക്കണം, പിന്നെ ഇത് ഉയർത്തണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പൊ ക്രൂശിക്കാനായിട്ട് ഒരാൾക്ക് സ്വന്തം സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി മുതൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ ആനന്ദത്തോടെ ഒക്കെ പറയാൻ പറ്റേണ്ട ഒരു കാര്യമാണ്, ഇത് എന്റെ ജീവിതമല്ല, ഇത് ക്രിസ്തുവിന്റെ ജീവിതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. ഞാനല്ല, ക്രിസ്തുവാണ് എന്ന് പറയാൻ സാധിച്ചാൽ അതിനുള്ള ധൈര്യം നമുക്ക് കിട്ടുമോ? അതിനുള്ള ഒരു കർത്താവിനുള്ള സമർപ്പണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ തന്നെ ചോദിക്കേണ്ടത്. അപ്പോൾ ക്രിസ്തു എന്നിലുണ്ട് എന്നതിലും മികച്ച ഒരു ഇടവും ഒരു സ്ഥാനവും ഒരു ജീവിത അനുഭവവും എനിക്ക്, ഒരു വിശ്വാസിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. പക്ഷെ എന്തുകൊണ്ട് സംഘർഷങ്ങൾ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് പരാജയങ്ങൾ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഉദ്ദേശിച്ചുള്ള വിജയങ്ങൾ ജീവിതത്തിൽ കിട്ടുന്നില്ല എന്നുള്ള ചോദ്യം അത് നമ്മുടെ എല്ലാ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉത്തരം അവിടെയുണ്ട്. കാരണം ഞാൻ ജീവിക്കുന്നത് ജഡത്തിലാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്റെ ജഡത്തിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. ഐ ലീവ് ഇൻ ദ ഫ്ലഷ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ജീവിക്കുന്നത് ജഡത്തിലാണ്. അതാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടാവാൻ കാരണം. അല്ലെങ്കിൽ പാപപ്രവണതയുള്ള, പാപ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിൽ പാപ സ്വഭാവം വസിക്കുന്നുണ്ട്. അത് ആണ് എന്നിൽ സംഘർഷങ്ങൾ ജനിപ്പിക്കുന്നത്. എന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാത്ത വിധം എന്നെ തടയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇടർച്ച കൊണ്ടുവരുന്നത് അതാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ
ഇതേപോലെയുള്ള സമാന വാക്യങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗലാത്യലേഖനം 5 നമ്മൾ മുമ്പ് ഇപ്പൊ വായിച്ച ഭാഗത്ത്, അതേപോലെ എഫേസ്യ ലേഖനം 3 ഒക്കെയുള്ള വാക്യങ്ങളിൽ ഈ ജഡം എന്നുള്ള പ്രയോഗം പലതാണ് ഉപയോഗിച്ചിരുന്നത്. പാപ സ്വഭാവം എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അവിടെ നമുക്കൊരു ഒരു ഒരു ക്ലൂ കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ഏറ്റവും മികച്ചതെന്ന് കരുതുന്ന പല കാര്യങ്ങളും അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കാര്യങ്ങളാണ് വാസ്തവത്തിൽ എന്നെ ഒരു ക്രിസ്തു ജീവിതം നയിക്കാൻ തടസ്സമായിട്ട് തീരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പകരം ക്രിസ്തു വരികയും എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ ഇച്ഛകൾക്കും എൻ്റെ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് ക്രിസ്തുവിന്റെ ഇഷ്ടവും ഇച്ഛകളും എൻ്റെ ജീവിതത്തിൽ വരികയും ചെയ്യുന്നതിന് തടസ്സമായി തീരുന്നത് ഞാൻ നല്ലതെന്ന് കരുതുന്നതും ഞാൻ മികച്ചതെന്ന് കരുതുകയും ചെയ്യുന്ന പല ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെയാണ് ഈ സംഘർഷങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതെ നാം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മെ വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുവരും. അതാണ് സംഭവിക്കുക. നമ്മുടെ മാർട്ടിൻ ലൂതർ പറഞ്ഞ രസകരമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം 10 കൽപ്പനകളെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു നിരീക്ഷണം അതുകൊണ്ട് രസകരമായിട്ടുള്ള നിരീക്ഷണമാണ്. 10 കൽപ്പനകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പല മേഖലകളിൽ, പല ബന്ധങ്ങളിൽ, പല മേഖലകളിൽ ഉള്ള ധാർമ്മികമായ കാര്യങ്ങൾ, സാമൂഹികമായ കാര്യങ്ങളൊക്കെ അത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ 10 കൽപ്പനകളിൽ. ഈ 10 കൽപ്പനകളില് അദ്ദേഹം പറഞ്ഞ ഒരു ശക്തമായ നിരീക്ഷണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10 കൽപ്പനകളിലെ ആദ്യത്തെ കൽപ്പന ലംഘിക്കാതെ മറ്റൊരു കാര്യവും ലംഘിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ മോഷ്ടിക്കരുത്, കൊല്ലരുത്, കള്ളസാക്ഷ്യം പറയരുത്, ശബത്തിനെ കുറിച്ച്, ധാർമ്മികമായിട്ട് തെറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങൾ 10 കൽപ്പനകളിൽ പറഞ്ഞ് ബാക്കി 9 കൽപ്പനകളിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ലംഘിക്കുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യത്തെ കൽപ്പന ലംഘിച്ചു. എന്താണ് ആദ്യത്തെ കൽപ്പന? ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഞാനാണ് നിന്റെ ആത്യന്തിക നന്മ, നിന്റെ ആത്യന്തിക ലക്ഷ്യം ഞാനാണ്. എനിക്ക് 1-ാം സ്ഥാനം, എന്റെ പ്രഥമ സ്ഥാനം എന്നുള്ള കാര്യം കർത്താവ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിന് മാറ്റം വരാതെ എനിക്ക് കള്ളസാക്ഷ്യം പറയാൻ സാധിക്കില്ല, എനിക്ക് മോഷ്ടിക്കാൻ സാധിക്കില്ല, എനിക്ക് കൊല ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ അത് ലംഘിച്ചു. അപ്പോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ മോഷണമല്ലേ, ഞാൻ ചെയ്തത് ഒരു നുണയല്ലേ, ഞാൻ ചെയ്തത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ചെറിയ തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം ലംഘിച്ചത് ദൈവത്തിന്റെ 1-ാം സ്ഥാനം എന്നുള്ള കൽപ്പനയാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങളെ അവിടെ നിങ്ങൾ പ്രതിഷ്ഠിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പൊ നമ്മുടെ സംഘർഷം എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസ ജീവിതത്തിൽ വിശ്വാസത്തെ നമ്മൾ പ്രായോഗികവൽക്കരിക്കുമ്പോൾ നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ക്രിസ്തു ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിന് പകരം ഞാനാണ് അവിടെ ജീവിച്ചത്, എന്റെ ഇഷ്ടങ്ങളാണ് ജീവിച്ചത്. ഈ പല കാര്യങ്ങളും ഇതിലെ 10 കൽപ്പനകളിലെ ധാർമ്മിക പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റു പല മേഖലകളിലും ഇതേ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നല്ലതെന്ന് കരുതി നാം സ്വീകരിച്ചു വെക്കുന്ന പല കാര്യങ്ങളും നല്ലതായിരിക്കാം, പക്ഷെ ക്രിസ്തു ജീവിതം ജീവിക്കുന്നതിൽ നിന്ന് അത് തടസ്സമായി തീർന്നേക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ചില നല്ല ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളാണ്. കുടുംബബന്ധം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ക്രിസ്തു ജീവിതം ജീവിക്കുന്നതിൽ നിന്ന് അത് നമുക്ക് തടസ്സമായി തീർന്നേക്കാം. നല്ല സൗഹൃദങ്ങൾ, നല്ല ജോലി, മറ്റു പല കാര്യങ്ങൾ, ഇതൊക്കെ തടസ്സമായി തീർന്നേക്കാം. നമുക്ക് ഒറ്റ ഉദാഹരണം പെട്ടെന്ന് നോക്കാം. അബ്രഹാമിന്റെ കാര്യത്തെ കുറിച്ച് 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അബ്രഹാമിന് ദൈവം വലിയൊരു ടെസ്റ്റ് കൊടുത്തു, ഒരു മുട്ടൻ പണി അല്ലെ. ദൈവത്തിന് വലിയൊരു ടെസ്റ്റ് കൊടുത്തു, മകനെ ബലി കഴിക്കുക. വർഷങ്ങളായി, 100 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകൻ. അത് നിരവധി വാഗ്ദാനങ്ങൾ എത്രയോ തവണ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് അവസാനം കിട്ടിയ മകനാണ്. അവനെ ബലി കഴിക്കുക എന്നുള്ള വളരെ വേദനാജനകമായ ഒരു നിർദ്ദേശം അബ്രഹാമിന് കിട്ടി. അബ്രഹാം ആ നിർദ്ദേശം അനുസരിക്കാനായിട്ട് പോകുന്നു. അവസാനം എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. എന്താണ് അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് പഠിപ്പിച്ച പാഠം? ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? നിന്റെ മകനെ നീ സ്നേഹിക്കരുത് എന്നാണോ? തീർച്ചയായിട്ടും അല്ല. മകനെ സ്നേഹിക്കുന്ന ഒരു കുറ്റമല്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ ലഭിച്ച ഒരു വാഗ്ദാനത്തിന്റെ പുത്രൻ, അവനെ തീർച്ചയായിട്ടും വളർത്തണം, അവനെ സ്നേഹിക്കണം, അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാവണം, ഒക്കെ ചെയ്യണം. കുടുംബ ബന്ധം, പ്രത്യേകിച്ച് പിതാവിന്റെ പിതൃബന്ധം അല്ലെങ്കിൽ പിതാവിന്റെ സ്നേഹം എന്നുള്ളത് വളരെ നല്ലതാണ്. പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് ഒരിക്കലും കുറച്ച് കാണിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ പിതാവിന്റെ സ്നേഹം കുറയ്ക്കണം എന്നല്ലല്ലോ അവിടെ പറഞ്ഞത്. പറഞ്ഞ കാര്യം എന്ന് വെച്ചാല്,
ദൈവത്തിന്റെ ഒന്നാം സ്ഥാനത്തിന്റെ ശേഷമേ നിന്റെ മകൻ പോലും നിന്റെ ജീവിതത്തിൽ വരുന്നുള്ളൂ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിൽ നിന്ന് നിനക്ക് തടസ്സമായി തീരാൻ സാധ്യതയുള്ളത് നിന്റെ മകനാണ്. നിനക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് അബ്രഹാമിനോട് ദൈവം ചോദിച്ച ചോദ്യം. അബ്രഹാം അത് മനസ്സിലാക്കി. തയ്യാറായ മനുഷ്യനാണ്. ദൈവം ബലി കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ബലി കൊടുത്തതുപോലെ തന്നെയാണ് മകനെ ബലിയർപ്പിച്ചു എന്ന് തന്നെയാണ് വായിക്കുന്നത്. അതിലൂടെ അബ്രഹാം തെളിയിച്ചൊരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ആറ്റുനോറ്റുണ്ടായ എന്റെ ഏക മകൻ, എന്റെ അവകാശി, എന്റെ വാഗ്ദാനത്തിന്റെ പുത്രൻ, അവനേക്കാൾ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അബ്രഹാമോട് ഏറ്റു പറയുന്നത്. അത് വലിയൊരു പാഠമാണ്. നമുക്കറിയാം, അബ്രഹാമിനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ്. നമ്മുടെ പിതാവാണ് അബ്രഹാം. നമ്മുടെ എല്ലാം മാതൃകാ പുരുഷനാണ് അബ്രഹാം. ആ അർത്ഥത്തിൽ അതിന് അബ്രഹാമിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന മാതൃക അതാണ്. അപ്പോ നമുക്ക് ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സംഘർഷം വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ, ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ നാഥനായി തീരുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ക്രിസ്തു ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. നമുക്ക് പല നല്ല ആഗ്രഹങ്ങളും നല്ല താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഉണ്ടാവും. എബ്രായ ലേഖനത്തില് നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു രസകരമായ പ്രസ്താവനയുണ്ട്. ഒരു താരതമ്യമുണ്ട്. രണ്ട് മലകളെ അവിടെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഒന്ന് സീനായി പർവ്വതം, മറ്റത് സിയോൻ എന്ന് പറഞ്ഞ സ്വർഗീയ പർവ്വതം. ഈ രണ്ട് താരതമ്യങ്ങളാണ്. വാസ്തവത്തിൽ ഈ രണ്ട് താരതമ്യങ്ങൾ രസകരമായ താരതമ്യങ്ങളാണ്. എന്ന് വെച്ചാൽ രണ്ട് ഒരു ഫിസിക്കൽ പർവ്വതങ്ങൾ എന്നതിനപ്പുറത്ത് അത് രണ്ട് ജീവിത വീക്ഷണങ്ങളാണ്, രണ്ട് ജീവിത രീതികളാണ്, രണ്ട് കാഴ്ചപ്പാടുകളാണ്, രണ്ട് ലോകവീക്ഷണമാണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു സീനായി പർവ്വതം, അവിടെ എന്താണ്? അവിടെ കുറെ നിയമങ്ങളും കൽപ്പനകളും ആണ് അവിടെ നൽകുന്നത്. അത് കാണാൻ പറ്റുന്നതാണ്, അത് അളന്നു വെക്കാൻ പറ്റുന്നതാണ്, അത് തൊടാൻ പറ്റുന്നതാണ്. അവിടെ വലിയ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒക്കെയുള്ള സ്ഥൂലമായതാണ്, സൂക്ഷ്മമായതല്ല, സ്ഥൂലമായ ഒരു പർവ്വതമാണ്. എന്ന് വെച്ചാൽ അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ കൽപ്പനകളാണ്. മറുവശത്ത് സിയോൻ എന്നൊരു പർവ്വതമുണ്ട്. അവിടെ മറ്റൊരു ജീവിത വ്യവസ്ഥയാണ് കാണുന്നത്. വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു സീനായി ഉണ്ട്. ഈ സീനായിലേക്ക് നമ്മൾ കയറിപ്പോകും നമ്മുടെ കൽപ്പനകളുമായിട്ട്. എന്നിട്ട് നമ്മുടെ ജീവിതങ്ങൾ വെച്ചിട്ട് അതിനെ കാണിച്ചു കൊടുത്തിട്ട് ദൈവത്തിന്റെ അംഗീകാരം കിട്ടാനായിട്ടുള്ള മാർക്ക് മേടിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുകയാണ്. ദൈവത്തിന്റെ അംഗീകാരം നമ്മുടെ ടെസ്റ്റ് പേപ്പറുമായിട്ട് നമ്മൾ പോവുകയാണ്. ഞാൻ ഇത് ചെയ്തു, അത് ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോകാൻ ശ്രമിക്കുകയാണ്. അത് സീനായി പർവ്വതത്തിലേക്ക് തിരികെ പോകുന്ന പറഞ്ഞൊരു പോക്കാണ്. അവിടെ നമ്മുടേതായിട്ടുള്ള കൽപ്പനകൾ നാം കൊണ്ടുപോയി സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യേശുദാസ് പാടിയ ഒരു മനോഹരമായിട്ടുള്ള പഴയ പാട്ടുണ്ട്. എന്റെ ജീവിതമാകുന്ന സീനായി മലയിൽ എരുതി വെളിച്ചമായി വരേണമേ ദൈവമേ എന്ന് പറഞ്ഞൊരു ഒരു പാട്ടുണ്ട്, പഴയ പാട്ടുണ്ട്. ആ പാട്ടില് അങ്ങനെ ഒരു എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ. അപ്പോൾ ഞാൻ എൻ്റെ മനോഫലകങ്ങളിൽ കൽപ്പനകൾ എഴുതി ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് അതിന്റെ അംഗീകാരം കിട്ടണമേ എന്ന് പറയുന്ന പോലെയാണ്. രണ്ട് ജീവിത രീതികളാണ്. എന്ന് വെച്ചാൽ നല്ലതായിരിക്കാം, പക്ഷെ നോട്ട് ദ ബെസ്റ്റ്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, പല നല്ല കാര്യങ്ങളും നമ്മുടെ ഏറ്റവും മികച്ചതിനെ തടയുന്നു. ഇങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. പല നല്ല ബന്ധങ്ങൾ, നല്ല തീരുമാനങ്ങൾ, നല്ല ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ ഏറ്റവും മികച്ചതിനെ അത് തടയുകയാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു എന്റെ ജീവിതത്തിൽ ജീവിക്കുന്നതിന് തടസ്സമായിട്ട് ഈ കാര്യങ്ങൾ തീരുകയാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ചാൽ, അതിനുള്ള ഉത്തരം ഏറ്റവും മികച്ചതിനെ കൊണ്ടേ ഈ സെക്കൻഡ് ബെസ്റ്റിനെ നമുക്ക് മാറ്റാൻ പറ്റും. അതിന് തോമസ് ചാമേഴ്സ്, ഒരു ബ്രിട്ടീഷ് പ്രീച്ചറാണ്, അദ്ദേഹം പറഞ്ഞ ഒരു രസകരമായിട്ടുള്ള ഒരു പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മനുഷ്യ മനസ്സിനെ കുറിച്ച്, മനുഷ്യ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞ പ്രസ്താവന അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ ഹൃദയത്തിലെ ഒരു വിഗ്രഹത്തെ പിഴുതെറിയണമെങ്കിൽ അതിനേക്കാൾ മികച്ചതും കാക്ഷിക്കാവുന്നതും ശക്തവുമായ മറ്റൊരു ആഗ്രഹവും താല്പര്യവും കടന്നു വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നാം വെച്ചിരിക്കുന്ന ഒരു മുൻഗണന ഘട്ടത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ന്യായങ്ങൾ പറഞ്ഞിട്ടോ എന്തെങ്കിലും കുറച്ച് ഫിലോസഫികൾ പറഞ്ഞിട്ടോ അതിനെ ഒതുക്കി നിർത്താൻ സാധിക്കുമെന്ന് കരുതരുത്. അതിനേക്കാൾ മികച്ചത് വരണം. അങ്ങനെ ചെയ്താലേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വസ്തുതകൾ നിരത്തിക്കൊണ്ട് നമുക്കത് തടയാനാവില്ല. ഏറ്റവും മികച്ചത് വന്നാലേ മറ്റതിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്.
നമുക്കറിയാമല്ലോ, ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ടോയ്സ് ആയിരിക്കും ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. അവർ ടോയ്സ് ആഗ്രഹിക്കുന്നു. ആൺകുട്ടികളാണെങ്കിൽ വണ്ടി, ജീപ്പ്, കാറ് തുടങ്ങിയ സാധനങ്ങൾ ആഗ്രഹിക്കും. പെൺകുട്ടികളാണെങ്കിൽ പാവകളെ ആഗ്രഹിക്കും. അങ്ങനെയാണ്, ടോയ്സ് ആണ് വലിയ ആഗ്രഹങ്ങൾ. അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കും. അപ്പോൾ മറ്റ് മികച്ച ടോയ്സ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം കുട്ടികൾ കരയും ഒക്കെ ചെയ്യും. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴോ ഈ ടോയ്സിനുള്ള ആഗ്രഹം മാറി അവർക്ക് വേറെ താല്പര്യങ്ങളായി. എന്ന് വെച്ചാൽ അതിനേക്കാൾ നല്ലതെന്ന് അവർ ചിന്തിക്കുന്ന വേറെ കാര്യങ്ങൾ, ഉടുപ്പുകളായിരിക്കാം, ചെരുപ്പുകളായിരിക്കാം, മറ്റു പല കാര്യങ്ങളും വരും. ഇനി കൗമാരത്തിലേക്ക് വരുമ്പോഴോ അവർക്ക് ബന്ധങ്ങളായിരിക്കാം, സൗഹൃദങ്ങളായിരിക്കാം, ഒരുപക്ഷെ അവരുടെ എതിർ ലിംഗത്തിലുള്ള ആളുകളോടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനായിരിക്കാം, അവരുടെ ഇടയിൽ അംഗീകാരം കിട്ടാനായിരിക്കാം അവർ ശ്രമിക്കുന്നത്. ഇനി കുറച്ചു കഴിഞ്ഞ് യൗവനത്തിലേക്ക് കിടക്കുമ്പോഴോ ഒരു ജീവിത പങ്കാളിയാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഒരു ജോലിയാണ് അവരുടെ ഏറ്റവും വലിയ സങ്കല്പം. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ മാറി, അതിനേക്കാൾ മികച്ച ഒരു കാര്യം മാറി. ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴോ പണം സമ്പാദിക്കുക, സ്വാധീനം ഉണ്ടാക്കുക, അധികാരം ഉറപ്പിക്കുക തുടങ്ങിയ മേഖലകളിലേക്ക് പോയി. ഇത് ആത്മീയ ലോകത്തും ഇതേപോലെ തുടരും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും മോശമാവണമെന്നില്ല. പക്ഷെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എടുക്കുന്നതിൽ നിന്നും ക്രിസ്തു ജീവിതം ജീവിക്കുന്നതിൽ നിന്നും ഇത് നമുക്ക് തടസ്സമായിട്ട് തീരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമുക്ക് കർത്താവ് ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനം അർഹിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം അംഗീകരിച്ച് കർത്താവിനെ ആ സ്ഥാനത്തേക്ക് ഇരുത്തുക. അപ്പോൾ ക്രിസ്തു ജീവിതം ജീവിക്കുന്ന ആളുകളായിട്ട് നാം തീരുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തു നിയന്ത്രിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറുമ്പോൾ, ക്രിസ്തുവിന് പ്രാമുഖ്യം കൊടുക്കുന്ന ജീവിതങ്ങളായിട്ട് മാറുമ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സംഘർഷങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ലാബാന്റെ വീട്ടില് യാക്കോബ് പോയപ്പോൾ സംഭവിച്ച കാര്യം നമുക്കറിയാമല്ലോ. ലാബാന്റെ വീട്ടിൽ പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ യാക്കോബ് മടുത്തു. അപ്പോൾ ലാബാൻ നല്ലൊരു ഓഫർ കൊടുത്തു. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം, റാഖേലിനെ, നീ പണിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോ യാക്കോബ് 7 വർഷം പണിയെടുത്തതിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അത് ഒരു വളരെ ലഘു കാര്യമായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാല് അദ്ദേഹത്തിന് മുമ്പില് റാഖേൽ എന്നുള്ള വലിയ സുന്ദരമായ കണ്ണുകളുള്ള സുന്ദരി കുട്ടിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ, അദ്ദേഹത്തിന്റെ പ്രണയത്തിൽ മുഴുവൻ വിടർന്നു നിന്ന ചിത്രമാണ്. അപ്പോൾ അതിന് ഓർത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രശ്നമേ ഉണ്ടായില്ല. അപ്പൊ ഇതേപോലെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ സംഘർഷങ്ങൾക്ക്, ആത്മീയ സംഘർഷങ്ങൾക്ക് വലിയ പരിഹാരം കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് വേഗത്തിൽ പറയാം. വിശ്വാസവും പ്രായോഗികതയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? അപ്പോൾ അവിടെയും ഈ നേരത്തെ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് വെച്ചാൽ പ്രായോഗികമായിട്ട് ചോദിച്ചാൽ എന്താണ്? ദൈവം നമുക്കെല്ലാം ചെയ്തു തരും എന്ന് കരുതി അങ്ങനെ അനങ്ങാതിരിക്കുന്നതാണോ? അല്ലെങ്കിൽ കർത്താവ് സഹായിക്കും, കർത്താവ് അനുവദിച്ചാൽ ഞാനിങ്ങനെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതാണോ? അതോ നാം വളരെ പ്രായോഗികമായിട്ട് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയ വിവേചന ബുദ്ധിയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് മഹത്തായ ലക്ഷ്യത്തെ, ദൈവത്തിന്റെ വലിയ ലക്ഷ്യത്തെ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് പല ആളുകളും ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ പുലർത്തുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ അങ്ങ് വിശ്വാസത്താൽ അങ്ങ് ജീവിച്ചാൽ മതി, ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, പ്രായോഗികതയെ കുറിച്ചൊന്നും ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം അങ്ങ് ചെയ്തോളൂ എന്ന് പറയുന്ന പല ആളുകളുണ്ട്. അങ്ങനെ ചിന്ത വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. അപ്പോ ആ ചിന്ത ബൈബിൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ ജീവിതത്തിൽ അതെങ്ങനെയാണ് കാണിച്ചു തന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കണ്ട ഈ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ചില ഉത്തരങ്ങൾ കൂടി പെട്ടെന്ന് കാണാൻ ശ്രമിക്കാം. എബ്രായലേഖനം 11-ാം അധ്യായം തന്നെ അതിന് ഏറ്റവും മികച്ച ഉത്തരമാണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള വിശ്വാസ വീരന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളുടെ ഒക്കെ ജീവിതം എടുത്തു നോക്കുക. അവർക്ക് കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പുണ്ടായിരുന്നു. അവർ പ്രത്യാശിച്ചത് നിശ്ചയമായിട്ട് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഉറച്ച ബോധ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഓരോ ദിവസവും ദൈവം അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ചിന്തിക്കാനായിട്ട് ഒരു ന്യായവും നമുക്ക് കാണുന്നില്ല. പകരം അവർക്ക് ദൈവം ബുദ്ധിയും വിവേകവും വിവേചന ശേഷിയും ഒക്കെ നൽകി
അതിനെ ഈ വലിയ യാഥാർത്ഥ്യത്തെ വെച്ചുകൊണ്ട് ചെയ്യാനായിട്ടുള്ള അനുമതിയാണ് ദൈവം അവർക്ക് കൊടുത്തത്. അങ്ങനെയാണ് അവർ ജീവിച്ചത്. അവരെല്ലാം ചെയ്തത് അങ്ങനെയാണ്. മാത്രമല്ല, ഈ 11 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ ആക്ഷനാണ്, ഒരു വെർബാണ്, മുഴുവൻ വെർബുകളാണ്. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഒരു നൗണല്ല, എല്ലാം വെർബുകളാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഈ തീരുമാനമെടുത്തു, യുദ്ധം ചെയ്തു, തീയിൽ അകപ്പെട്ടു, അതേപോലെ തന്നെ സ്വന്തം സമ്പത്ത് എടുത്തുകൊണ്ടുപോകാൻ അനുവദിച്ചു, വിശ്വാസത്തിന് വേണ്ടി ചെയ്ത നിരവധി കാര്യങ്ങൾ എല്ലാം വിശ്വാസത്താലാണ് ചെയ്തത്. പക്ഷെ അതെല്ലാം പ്രവൃത്തികളാണ്, വർക്കുകളാണ്, ആക്ഷൻസ് ആണ്. ഒന്നിനു പുറകെ ഒന്നായി നിരവധി കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ സഹായിച്ചത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്താണ്? ദൈവമുണ്ട് എന്ന വിശ്വാസം, ദൈവം പറഞ്ഞതുപോലെ ചെയ്യും എന്ന വിശ്വാസം, ദൈവത്തിന്റെ വാക്കുകൾ അതിന്റെ മുഖവിലേക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ള വിശ്വാസം. അതാണ് അവരെ മുന്നോട്ട് നയിച്ചത്. പക്ഷെ അവർ ചെയ്തതൊക്കെ വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രായോഗിക കാര്യങ്ങളെല്ലാം ദൈവം ഇങ്ങനെ 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 പറഞ്ഞു കൊടുത്തു എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ എവിടെ നോക്കുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ ആളുകളെയാണല്ലോ ഇവിടെ എടുത്തിരിക്കുന്നത്. അവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ അവർക്ക് ലഭിച്ച വെളിച്ചം അനുസരിച്ചും അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചും അവര് കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അവരെ ഗൈഡ് ചെയ്തത് ഈ വലിയ വിശ്വാസത്തിന്റെ പ്രമാണമാണ്. അവരെ മുന്നോട്ട് നയിച്ചത് ഈ ചിന്തയാണ്. നിത്യത യാഥാർത്ഥ്യമാണെന്നും ദൈവത്തിന്റെ വാക്കുകൾ അതിന്റെ മുഖവിലേക്ക് എടുക്കുന്നതാണ് ബുദ്ധിയെന്നും അവർ ചിന്തിച്ചു. ദൈവമുണ്ട്, ദൈവം പ്രതിഫലം നൽകും, ദൈവം ന്യായം വിധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ കൃത്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തു. പക്ഷെ അവർ ചെയ്തത് അവരുടെ ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾക്കും ബുദ്ധിക്കും അനുസരിച്ച് ഏറ്റവും ന്യായവും യുക്തവും ധാർമ്മികവും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള അനുമതി ദൈവം അവർക്ക് കൊടുത്തിരുന്നു. അത് അവരെ കുറിച്ച് പറയാം. ഇനി കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് വിശ്വാസത്തിന്റെ പ്രകടനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കർത്താവിന്റെ ശക്തി വെളിപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു. പ്രത്യേകിച്ച് കർത്താവിന്റെ അത്ഭുതങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവിന്റെ അത്ഭുതങ്ങൾ എടുക്കുമ്പോൾ ഈ അത്ഭുതങ്ങളിലൊക്കെ ആ മിറാക്കുലസ് എലമെന്റ് ഉണ്ട്, അത്ഭുതത്തിന്റെ ആ വലിയ ഒരു രംഗമുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മനുഷ്യന്റെ പ്രവൃത്തികളാണ് കാണണ്ടേ. ദൈവം അതിന് ഇടം കൊടുത്തേക്കുക, കർത്താവ് അതിനുള്ള അനുമതി കൊടുത്തേക്കുക. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, എല്ലാം എടുക്കാൻ നമുക്ക് നേരമില്ല. കർത്താവ് വേദഭാഗങ്ങൾ എടുക്കാതെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറയാം. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. നമ്മൾ അവിടെ കാണുന്നത് കർത്താവ് 5 അപ്പം കൊണ്ട് അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം വർദ്ധിപ്പിച്ചു, അത് കർത്താവിന്റെ മിറാക്കുലസ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷെ അതിനുവേണ്ടി കർത്താവ് ഉപയോഗിച്ചത് അവരുടെ കയ്യിലുള്ള ആ ഒരു ബാലന്റെ കയ്യിലുള്ള അപ്പമാണ് കർത്താവ് എടുത്തത്. അതേപോലെ തന്നെ അതിന് തുടക്കത്തിലും അതിന്റെ പിന്നീടുള്ള രംഗങ്ങളിലും ഒക്കെ അവരെ എങ്ങനെ ഭക്ഷണം കൊടുക്കണം, എങ്ങനെ അവരെ തീറ്റണം എന്നുള്ള കാര്യവും ഇതിന്റെ ബാക്കി വന്ന കാര്യങ്ങൾ എങ്ങനെ സംഭരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇതൊന്നും മിറക്കിളല്ല, ഇതൊന്നും അത്ഭുതമല്ല. അതൊക്കെ പ്രായോഗിക ബുദ്ധിയിൽ കൂടെയുള്ള ആളുകൾ ചെയ്തതാണ്. ചിലപ്പോൾ കർത്താവ് ചില നിർദ്ദേശങ്ങളെ കൊടുത്തിട്ടുണ്ടാവും, എങ്കിലും അവര് പ്രായോഗികമായിട്ടുള്ള അവരുടെ ബുദ്ധിയിൽ ഏറ്റവും മികച്ച കാര്യങ്ങൾ അവർ ചെയ്തു. അവര് അതിന്റെ ബാക്കി അവർ ശേഖരിച്ചു വെച്ചു, ആളുകളെ കൃത്യമായിട്ട് ഇരുത്തി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ലാസറിനെ ഉയർപ്പിച്ച ആ രംഗം നമ്മൾ പരിശോധിച്ചാലും അവിടെ ചിലപ്പോൾ നമുക്ക് വളരെ വിചിത്രമെന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ കർത്താവ് ഈ ലാസറിനെ ഉയർപ്പിക്കാണ്ട് പോവുകയാണ്. ലാസർ 4 ദിവസമായിട്ട് കല്ലറയിൽ കിടന്ന് ജീർണത ബാധിച്ച അഴുകിയ വളരെ ദുർഗന്ധം ഉപയോഗിക്കുന്ന ഒരു ശവശരീരമാണ്. ആ ശരീരത്തെ ഉയർപ്പിക്കുക എന്ന അത്യത്ഭുതകരമായ കാര്യം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ എന്നാൽ അതിനു മുമ്പ് കല്ല് നീക്കാനായിട്ട് ആവശ്യപ്പെടുന്നു കർത്താവ്. അത് മാത്രമല്ല, ഈ മനുഷ്യൻ ഈ കല്ലറയ്ക്കുള്ളിൽ എഴുന്നേറ്റ് വരുമ്പോൾ അവന്റെ ഗ്രേവ് ക്ലോത്ത്സ് അവന്റെ ചുറ്റുമുണ്ട്. അവനെ ശവമടക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച് ചുറ്റി വെച്ചിരുന്ന ശീലകളൊക്കെ അവന്റെ ചുറ്റുമുണ്ട്. അപ്പൊ ഈ ആളെ ഉയർപ്പിക്കാൻ പറ്റിയ കർത്താവിന് ഈ ശീലകൾ പൊട്ടിക്കാൻ പറ്റില്ലായിരുന്നു, ഈ ശീലകളെ മാറ്റാൻ പറ്റില്ലായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞത് അവനെ അഴിച്ചു കൊടുക്കാനാണ്. എന്ന് വെച്ചാൽ മനുഷ്യരുടെ സഹകരണവും പ്രവൃത്തിയും ഒക്കെ ദൈവം അതിൽ ഉപയോഗിക്കുകയാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും കർത്താവ് അവിടെ വെച്ചു കൊടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാം. ഇത് മറ്റ് ഏത് രംഗങ്ങൾ പരിശോധിച്ചാലും ഇതേ കാര്യങ്ങൾ തന്നെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോ വിശ്വാസം എന്ന് വെച്ചാൽ അങ്ങനെ കണ്ണുമടച്ച് വേറെ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ട എന്ന അർത്ഥം വരുന്ന ഒരു കാര്യമല്ല.
ചിലപ്പോഴൊക്കെ അങ്ങനെ ഈ ചില ആളുകളൊക്കെ അങ്ങനെ ആവർത്തിക്കുന്നത് പോലെ അങ്ങനെ കർത്താവ് സഹായിച്ചാൽ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിലൂടെ നടക്കുന്ന ഒരു കാര്യവുമല്ല. അങ്ങനെ പറയുന്നത് തെറ്റുന്നുണ്ടായിട്ട് പറയുന്നതല്ല. പക്ഷെ കർത്താവ് സഹായിക്കാൻ തീർച്ചയായിട്ടും സന്നദ്ധനാണ്. കർത്താവ് സഹായിക്കാത്ത അല്ലല്ലോ പ്രശ്നം നിത്യതയുടെ വെളിച്ചത്തിൽ ഈ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ വാക്കുകളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവാത്തതാണ് പ്രശ്നം. അത് ചെയ്യാനായിട്ട് തയ്യാറാവുമ്പോൾ കർത്താവ് അനുവദിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും അനുവദിക്കും. നാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ക്രിസ്തു ജീവിതം ജീവിക്കുകയും കർത്താവിന്റെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കുകയും ചെയ്താൽ കർത്താവ് നമുക്ക് കൂടെ നിൽക്കും. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. അതിനുള്ള അനുമതിയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോ പ്രായോഗികമായിട്ട് ഇങ്ങനെ ഒരു കാര്യം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ഒരു മനുഷ്യൻ അങ്ങനെ ഒരു വീടിന്റെ മുകളിൽ കയറി അദ്ദേഹം റൂഫ് അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ഞുകാലത്ത്. അപ്പോ 3-ാം നിലയുടെ മുകളിൽ കയറി അങ്ങനെ റൂഫ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച കാര്യം ഇതിന്റെ കൈ തന്നെ ഇദ്ദേഹം താഴേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ വീണ് ആദ്യത്തെ നിലയിൽ 2ാമത്തെ നിലയിൽ വന്ന് അദ്ദേഹം ഇങ്ങനെ അതിന്റെ വിരിപ്പിൽ അങ്ങനെ പിടുത്തം കിട്ടി, അദ്ദേഹത്തിന്റെ വിരലുകൾ പിടുത്തം കിട്ടി. അങ്ങനെ അദ്ദേഹം ആ സ്ലാബിന്റെ അറ്റത്ത് അങ്ങനെ വിരലുകൾ ഉപയോഗിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ കഥ തീർന്നു എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കിടന്നുകൊണ്ട് അദ്ദേഹം താഴേക്ക് വിളിച്ചിട്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും താഴെയുണ്ടോ, രക്ഷിക്കാം എന്ന് ചോദിച്ചു. ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം കരുതി ചോദ്യം ഒന്ന് മാറ്റി ചോദിക്കാം. അദ്ദേഹം തല ഉയർത്തി മുകളിലേക്ക് നോക്കിയിട്ട് ആരെങ്കിലും മുകളിലുണ്ടോ സഹായിക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാല് മുകളിൽ നിന്നൊരു ശബ്ദം, ഞാൻ നിന്നെ സഹായിക്കാം, കൈവിട്ട് ചാടിക്കോളൂ എന്ന് കേട്ടു. അപ്പൊ ഇദ്ദേഹം ഏതാനും നിമിഷങ്ങൾ മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, വേറെ ആരെങ്കിലും മുകളിലുണ്ടോ എന്നെ സഹായിക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. കൈവിട്ടോളൂ, താഴേക്ക് വീണോളൂ, ഞാൻ തന്നെ താങ്ങാം എന്ന് പറഞ്ഞാലും മറ്റാരെങ്കിലും മതി, അതിനേക്കാൾ നമുക്കിഷ്ടപ്പെട്ട ഒരു വഴി മതി എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മള് വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസവും അതിന്റെ പ്രായോഗികതയും സംബന്ധിച്ചുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വിശ്വാസം ദൈവം നമുക്ക് നൽകിയ ഒരു സവിശേഷമായ ഒരു ഇന്ദ്രിയമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതിനെ ആ വാക്ക് ഞാൻ ഉപയോഗിച്ചു എന്ന് കരുതി അങ്ങനെ അത് ബൈബിളിലുണ്ട് എന്നൊന്നും ചിന്തിക്കരുത്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണ്. ദൈവം നമുക്ക് നൽകിയ ദൈവത്തിന്റെ സത്യങ്ങളെ കാണാൻ, ദൈവത്തോട് ഇടപെടാൻ, നിത്യമായ യാഥാർത്ഥ്യങ്ങളെ, കാണാത്ത യാഥാർത്ഥ്യങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ, അത് അങ്ങനെ തന്നെ എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് ദൈവം തരുന്ന ഒരു സവിശേഷമായ കൃപയാണ്, ദൈവത്തിന്റെ ഒരു സവിശേഷമായ എനേബിൾമെന്റ് ആണ് ഈ വിശ്വാസം എന്ന് നമുക്ക് ചിന്തിക്കാം. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും ദൈവം ഉണ്ട് എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കും. ദൈവം സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല ആ സംസാരിച്ച വാക്കുകൾ അതിന്റെ മുഖവിലേക്ക് എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിയുള്ള തീരുമാനം എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അത് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു മുഖവരിയായിട്ട് നമുക്ക് ചിന്തിക്കാം. അതേപോലെ തന്നെ അതിന്റെ പ്രായോഗികമായിട്ടുള്ള വീക്ഷയിൽ ആത്മീയ സംഘർഷങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ആത്മീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ക്രിസ്തു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ്. ക്രിസ്തുവിന് പകരം നാം നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അവിടെ പ്രതിഷ്ഠിക്കുന്നതാണ്. ആ പ്രതിഷ്ഠ മാറ്റി ക്രിസ്തുവിന്റെ ഒന്നാം സ്ഥാനത്തിലേക്ക്, ക്രിസ്തു ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ക്രിസ്തു ഏറ്റവും മികച്ചവനായി നമ്മുടെ മറ്റേത് ആഗ്രഹത്തെക്കാളും ഏത് അഭിലാഷത്തെക്കാളും ശക്തമായ സ്വാധീനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുമ്പോൾ മറ്റു കാര്യങ്ങൾ മാറിപ്പോകും. നമ്മുടെ സംഘർഷങ്ങൾ, ജഡത്തിലുള്ള സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രായോഗികത സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും ഈ വലിയ വീക്ഷണത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ സാധ്യതകളും അവസരങ്ങളും വിഭവങ്ങളും വിവേചന ബുദ്ധിയും പ്രായോഗികമായിട്ട് ഉപയോഗിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി ഈ സെഷൻ കൈകാര്യം ചെയ്ത ചേട്ടനോട് പ്രത്യേകം നന്ദി പറയുന്നു.